എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി അത് നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡോക്ടർ ഉമർ സുലൈമാന്റെ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ വശങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമുക്ക് ഈ ഖുർആൻ വചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, ഇതിൽ രണ്ട് അറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ധൂർത്ത്, മറ്റൊന്ന് പിശുക്ക്. ഇവ രണ്ടിനും ഇടയിലുള്ള ഒരു സന്തുലിതമായ മിതമായ മാർഗമാണ് ഏറ്റവും ശരി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെയെല്ലാം അടിത്തറ. ശരി, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പറയാം. ആദ്യം ഈ മിതത്വത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ എന്താണ് അമിതവ്യയം അഥവാ ധൂർത്ത് എന്ന് കൃത്യമായി നിർവചിക്കും. തുടർന്ന് നമ്മുടെ പണം നമ്മുടെ സ്വഭാവത്തിന്റെ കണ്ണാടിയാകുന്നത് എങ്ങനെയെന്ന് നോക്കും. ശേഷം എവിടെയാണ് നമ്മൾ ആദ്യം പണം ചെലവഴിക്കേണ്ടതെന്ന് പഠിക്കും. അവസാനം ഒരു വലിയ ലക്ഷ്യത്തോടെ ഇത് ഉപസംഹരിക്കും. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തത്വങ്ങൾ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ്. അതായത്, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതിലല്ല കാര്യം, ഉള്ള പണത്തിനോട് നിങ്ങളുടെ സമീപനം എന്താണ് എന്നതിലാണ്. അതുകൊണ്ടുതന്നെ പണക്കാരനും പാവപ്പെട്ടവനും ഈ തത്വം ഒരുപോലെ ബാധകമാണ്. ഖുർആനിലെ ഒരു രസകരമായ ഒരു താരതമ്യമുണ്ട്. രാത്രി നമസ്കാരത്തിനു വേണ്ടി സുഖമായ ഉറക്കം ഉപേക്ഷിക്കുന്നത് പോലെയാണ് ദാനധർമ്മത്തിനായി നമ്മൾ സമ്പത്ത് ഉപേക്ഷിക്കുന്നത്. രണ്ടിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ലോകത്തിലെ ഭൗതികമായ സുഖങ്ങൾക്കപ്പുറം ആത്മീയമായ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, അല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന അമിതവ്യയം അല്ലെങ്കിൽ ധൂർത്ത്? എവിടെയാണ് നമ്മൾ ആ വര കടക്കുന്നത്? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇതിന് വളരെ വ്യക്തമായ ചില അതിരുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഇസ്രാഫ് എന്ന വാക്ക് പരിചയപ്പെടാം. സിമ്പിളായി പറഞ്ഞാൽ ചെലവഴിക്കുന്നതിൽ ശരിയായ പരിധി ലംഘിക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് ക്രോസ് ചെയ്യുക എന്നാണ് ഇതിനർത്ഥം. ഇസ്രാഫ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 വ്യക്തമായ അടയാളങ്ങളുണ്ട്. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ ചെലവുകൾ ഈ പരിധി ലംഘിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ ഇത് വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ അടയാളം വളരെ വ്യക്തമാണ്. ഇസ്ലാം വിലക്കിയ, അതായത് ഹറാമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത്. അത് 1 രൂപയാവട്ടെ, $1 ആവട്ടെ, എത്ര ചെറിയ തുകയാണെങ്കിലും ആ ചെലവ് ഇസ്രാഫായിട്ടാണ് കണക്കാക്കപ്പെടുക. രണ്ടാമത്തേത് നമ്മുടെ കഴിവിനപ്പുറം ജീവിക്കുന്നതാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ക്രെഡിറ്റ് കാർഡ് സംസ്കാരം. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ജീവിതശൈലി നിലനിർത്താൻ വേണ്ടി കടം വാങ്ങുന്നത് ഇസ്രാഫിന്റെ ഒരു രൂപമാണ്. മൂന്നാമത്തെ വിഭാഗം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം. ഞാനിത് വാങ്ങുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന് കരുതിയാണോ? നമ്മുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ അതൊരു അപകട സൂചനയാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധി അവിടെ നഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ്, അത് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒരു കണ്ണാടിയായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഖുദാമയുടെ ഈ വാക്കുകൾ എത്ര ശക്തമാണെന്ന്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളാണ് നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ അളവുകോല്. നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത്. അപ്പോൾ ഒരു ബജറ്റ് ഉണ്ടാക്കുന്നത് വെറുമൊരു കണക്കെഴുതലല്ല, അത് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ്. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് ആലോചിക്കുന്നത് ക്ഷമയെയാണ് കാണിക്കുന്നത്. ഉള്ളതിന് നന്ദി പറയുന്നത് കൂടുതൽ വേണമെന്ന ആർത്തിക്ക് പകരമുള്ള സംതൃപ്തിയാണ്. ഇവയെല്ലാം ശരിക്കും ആത്മീയമായ പരിശീലനങ്ങൾ തന്നെയാണ്. ശരി, നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യം, ആർക്കു വേണ്ടിയാണ് ആദ്യം ചെലവഴിക്കേണ്ടത്? പണം നൽകുമ്പോൾ ആർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ഇസ്ലാം ഇതിന് വ്യക്തമായ ഒരു മുൻഗണനക്രമം പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ചെലവ് ഏതാണെന്നറിയോ? അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ്. മറ്റെന്തിനേക്കാളും മുൻഗണന അതിനാണ്. ഈ തത്വം ഒരു സ്വഹാബിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. അദ്ദേഹം തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ദാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ തിരുത്തി സ്വത്ത് പരമാവധി 3/1 പരിമിതപ്പെടുത്താൻ ഉപദേശിച്ചു. എന്തിനാണെന്നോ? ആദ്യം സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് എല്ലാവർക്കും ബാധകമായ പൊതുവായ നിയമങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതിനപ്പുറം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്യുന്നതമായ ഒരു മാതൃക കൂടി ഇസ്ലാം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെയാണ് നിയമവും പദവിയും അഥവാ ദ റൂൾ വേഴ്സസ് ദി റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത 2 അനുചരന്മാരുടെ മാതൃക നോക്കൂ.
ഉമർ റളിയല്ലാഹു തന്റെ സമ്പത്തിന്റെ പകുതിയും ദാനം ചെയ്തു. അതൊരു അവിശ്വസനീയമായ ത്യാഗമായിരുന്നു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു ആകട്ടെ തനിക്കുള്ളതെല്ലാം നൽകി. കുടുംബത്തിന് എന്ത് ബാക്കിവെച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവും അവന്റെ ദൂതനും എന്നാണ്. അതുല്യമായ ഒരു മാതൃക. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. സാധാരണ നിയമം സന്തുലിതാവസ്ഥയാണ്. എന്നാൽ അബൂബക്കറിനെപ്പോലെ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് ശ്രേഷ്ഠതയുടെ ആ ഉയർന്ന പതിവിലേക്കെത്താൻ കഴിയും. അങ്ങനെയൊരു പക്വത അദ്ദേഹത്തിനുണ്ടെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അപ്പോൾ ഈ ചർച്ച നമ്മളെ ഒരു നിർണായക ചോദ്യത്തിന് മുന്നിലെത്തിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നിയമത്തിന്റെ ഒരു മിനിമം ലെവൽ മാത്രം പാലിച്ച് മുന്നോട്ടു പോകാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? അതോ അബൂബക്കറിനെ പോലെ ത്യാഗത്തിന്റെയും ശ്രേഷ്ഠതയുടെയും ഏറ്റവും ഉയർന്ന മാതൃകകൾ തേടുകയാണോ? ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.